ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും ഒരു വെറൈറ്റി മന്തി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിൻ്റെ പേര് അഫ്ഗാനി മന്തി അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ മന്തി എന്ന് പറയാം. അപ്പോൾ ഇല്ലേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഞാൻ കുറേ മന്തി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മന്തി റെസിപ്പി നിങ്ങൾക്ക് പിന്നെയും കാണണമെങ്കിൽ ഒന്നുകിൽ അഫ്ഗാനി മന്തി അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ മന്തി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു മന്തിയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ 1.5 കിലോ അരിയും 3 കിലോ ചിക്കനുമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം റെസിപ്പി നേരെ പകുതി ക്വാണ്ടിറ്റി വെച്ചിട്ടും എല്ലാം ഉണ്ടാക്കാം. ഞാനിത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല റൈസാണ് എടുത്തത്. ഇത് വൈറ്റ് സെല്ലയാണ്. ഇതിൻ്റെ ബ്രൗൺ കളറുള്ള സെല്ല റൈസ് ഇല്ലേ, അതാണെങ്കിലാണ് ഒന്നുകൂടി നല്ല. പക്ഷെങ്കിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഇതൊരു 10 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. 3 പ്രാവശ്യം കഴുകിയിട്ട് 10 മിനിറ്റ് പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കൻ എടുത്തതിന് ഒരു ചിക്കന് 4 പീസായിട്ട്. ഇത് വെയിറ്റ് കുറവുള്ള ചിക്കനാണ്. എപ്പോഴും മന്തിക്ക് വേണ്ടി ചിക്കൻ ചൂസ് ആക്കുമ്പോൾ ഏറ്റവും ചെറിയ സൈസിലുള്ള എടുക്കണം, എന്നാലേ നല്ല ടെൻഡറായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ബ്രസ്റ്റ് പീസ് ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തതിന്. അങ്ങനെ ആകുമ്പോൾ ഉള്ളിലെല്ലാം നല്ലോണം മസാല പിടിക്കുമല്ലോ, എല്ലാ ഭാഗത്തും മസാല എത്തും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി പെട്ടെന്ന് കുക്കായിട്ടും കിട്ടുമേ. അപ്പോൾ ഞാൻ ഇത് ഏകദേശം 3 കിലോ ചിക്കനാണ്. ഇതിന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി, വരഞ്ഞു കൊടുക്കുന്നില്ല. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. വരഞ്ഞു കൊടുക്കുമ്പോൾ ആ ചിക്കൻ്റെ ഷേപ്പ് പോയി പോവും. കുത്തുമ്പോൾ മസാല ഉള്ളിൽ കയറും, ഷേപ്പ് നഷ്ടപ്പെടാണ്ട് നിൽക്കുക. ഇനി നമുക്ക് ഈ മന്തിൻ്റെ പേര് പോലെ തന്നെ ഗ്രീൻ കളർ ഒരു മസാല ഉണ്ടാക്കണം. ഇത് ഭയങ്കര ടേസ്റ്റുള്ള മസാലയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ ക്യാപ്സിക്കം, പിന്നെ ഇതാ ഞാനൊരു 12 പച്ചമുളകുകൾ എടുത്തിന്. എന്നുവെച്ച് മന്തി ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതൊന്നുമല്ല. ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളക്. അതുമല്ല 1.5 കിലോ അരിക്കാണ് ഞാൻ 12 പച്ചമുളക് എടുത്തത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയെടുത്താൽ മതി. പിന്നെ ഇതാ ഒരു കൈപ്പിടിയിൽ നിറയെ മല്ലിയില വേണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 4 പച്ച കളർ ഐറ്റംസാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ഗ്രീൻ കളർ വരുന്നത്. മാത്രമല്ല ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാലയും കൂടിയാണ്. അപ്പോൾ ഇതാ ഞാനൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും എടുത്തത്. നിങ്ങളിപ്പോൾ മന്തിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുന്നുണ്ടെങ്കിലും ഈ ലീവ്സ് എല്ലാം അത്യാവശ്യം ഇതേപോലെ തന്നെ എടുക്കണേ. എന്നിട്ടില്ലേ, ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും കൂടി വേണം. അതും കൂടി എല്ലാം കൂടി ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 3/4 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണ് വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും, പിന്നെ മന്തി മസാലയാണ് ഞാനെടുത്തത്. അതും ഒരു 3/4 ടീസ്പൂണോളം എടുത്തതിന്. പിന്നെ വേണ്ട 2 ചിക്കൻ്റെ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. ഇത് ഞാൻ ഉപ്പുള്ളതാണ് എടുത്തത്. അപ്പോൾ ഇത്രയും സ്പൈസസാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിന്. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് കാണിക്കാൻ കാരണം വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നതാണ്. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇത് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇല്ലേ, സൺഫ്ലവർ ഓയിൽ ഓർ പാം ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് അതിൻ്റെ നേരെ പകുതിയിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. ബാക്കി പകുതി നമുക്ക് ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് മാറ്റി വെക്കാൻ മറക്കണ്ട. ഇതിപ്പോൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവും, കുറച്ച് എക്സ്ട്രാ ഉണ്ടാവും. അത് നമ്മൾക്ക് ഈ ഒരു കളറ് റൈസിലോട്ടും വരും കേട്ടോ, ചെറിയൊരു ഗ്രീൻ കളറ്. അപ്പോൾ ഇല്ലേ, ഇത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലെല്ലാം വെച്ചാൽ ഭയങ്കര നല്ല ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റ് ആയിട്ടും കിട്ടും. പക്ഷെ ഞാനിപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാൻ പോകുന്നതാണ്. എനിക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലായിരിക്കും നല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിച്ചും കൊടുത്തന്നെ, അത് മറക്കണ്ട. അപ്പോൾ ഇല്ലേ, നമ്മൾ മാരിനേഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങലാം. ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെക്കുക. നമ്മൾ അരി വേവിച്ച് ഊറ്റിയെടുക്കാൻ പോകുന്നതാണ്. ആദ്യം കുറച്ച് സ്പൈസസ് ഇട്ട്, പിന്നെ ഉപ്പ്, കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുക. പിന്നെ ഇതാ ഒരു ഡ്രൈഡ് ലെമൺ കൂടി അത് പൊട്ടിച്ചിട്ട് ഒരു ഹോൾസ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 10 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയില്ലേ, അരി അവിടെ കുക്കായി വരണം. ഈ സെയിം ടൈമിൽ ഞാനിതാ ചിക്കനും കൂടി വേവിക്കാൻ വെക്കുന്നുണ്ട്. 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ഉള്ളി, 2 ക്യാപ്സിക്കം, ഇത് നല്ലോണം ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടി ഇടാനുണ്ട്. ഗ്രാമ്പൂ, ഏലക്ക,
ചെറിയ ജീരകം 1 ടീസ്പൂണ്, പട്ട, പിന്നെ 1 ഉണക്ക നാരങ്ങ, പിന്നെ 4 പീസ് ചിക്കൻ്റെ സ്റ്റോക്കും കൂടി. ഞാൻ ഉപ്പുള്ള സ്റ്റോക്ക് തന്നെയാണ് ഇതിലേക്കും വേണ്ടിയിട്ട് എടുത്തത്. ഇത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇപ്പോൾ 1/2 കിലോ റൈസ് അല്ലെങ്കിൽ 3/4 കിലോ റൈസ് എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇത്രയും ആവശ്യമായിട്ട് വരില്ല. അതിനനുസരിച്ച് കുറച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഈ ഉള്ളിയും ക്യാപ്സിക്കം ഒന്നും കളറ് മാറാനും വാടാനൊന്നും നിൽക്കണ്ട. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കണേ. ഇനിയില്ലേ, ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ആ ഉള്ളിയെല്ലാം സൈഡിൽ നിന്ന് വാടിക്കോളും. ഇപ്പോൾ ഞാൻ ഇളക്കാനൊന്നും നിൽക്കുന്നില്ല. ബാക്കിയുള്ള മസാലയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെക്കുന്ന മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാം. കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പിന്നെ നോക്കിയിട്ട് കരിഞ്ഞു പോകുന്നെങ്ങാനും ഉണ്ടെങ്കിൽ ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ടൈമിലേക്ക് നമ്മൾ റൈസ് ഇവിടെ കുക്കായിട്ട് വന്നിന്. റൈസ് മൊത്തത്തിൽ വേവാൻ പാടില്ല. ഒരു 80% മാത്രമേ വേവാവൂ കേട്ടോ. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വെന്തോളും. അപ്പോൾ ഇതാ ചിക്കൻ ഒന്ന് തിരിച്ചിടാനുള്ള ടൈമായിന്. ഇതിൻ്റെ വേവ് നിങ്ങളെടുക്കുന്ന ചിക്കൻ സൈസ് പോലെ ഇരിക്കും കേട്ടോ. ചെറിയ ചിക്കൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഭയങ്കര മൂപ്പുള്ള ചിക്കനെല്ലാം ആണെങ്കിൽ വേവാനും കുറച്ച് പണിയായിരിക്കും, ചിക്കൻ സോഫ്റ്റും ആയിരിക്കില്ല, അങ്ങനെയല്ലായിരിക്കും. അപ്പോൾ ഇതൊന്നും ഞാൻ തിരിച്ചിട്ട് കൊടുത്തേണ്. ഇനി കുറച്ച് സമയം കൂടി ഇത് വേവിച്ച് അടച്ച് വെച്ച് മൊത്തം ചിക്കൻ ഫുള്ളായിട്ട് കുക്കാവണം കേട്ടോ. ഇത് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ചിക്കൻ ഇതിൽ വെക്കില്ല, സെപ്പറേറ്റ് എടുത്ത് മാറ്റാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ചിക്കൻ ഫുള്ളായിട്ട് കുക്കാവണമെന്ന്. അപ്പോൾ ഇല്ലേ, ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഇതിൽ ബാക്കിയായിട്ടുള്ള ഈ ഒരു മസാലയില്ലേ, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ദം ചെയ്യാൻ പോകലാണ്. അപ്പോൾ ഫുള്ളായിട്ട് കോരണ്ട, കാരണം കുറച്ച് അട ബാക്കി വെക്കണം. അതിൻ്റെ മുകളിൽ 2 ലെയറായിട്ട് നമുക്കിത് അരി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 80% നമ്മൾ കുക്ക് ചെയ്തെടുത്ത റൈസാണ്. അപ്പോൾ ആദ്യം പകുതി റൈസ് ഇടുക, അതിൻ്റെ മുകളിൽ കുറച്ച് മന്തി മസാല ഞാൻ ഇട്ട് കൊടുത്തേണ്. പിന്നെ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഓയിലും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നെക്സ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കുക. സെയിം ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മല്ലിയും പുതിനയും എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു മസാല അരച്ചിട്ട് ചിക്കൻ വേവിച്ചിനല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ ഒരു മസാലക്ക് തന്നെ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിലൊന്നും അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. മന്തി മസാലയും ആ ഒരു ചിക്കൻ വേവിച്ച സംഭവം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് പച്ചമുളകും ആവശ്യത്തിനുള്ളത് കുത്തി കൊടുക്കുക. ഇങ്ങനെ കുത്തി വെക്കുന്ന പച്ചമുളകിന് ഭയങ്കര ഫാൻസാണ്. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മന്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ടോപ്പിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 20 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടി വെക്കുക, ലോ ഫ്ലെയിമിൽ. കരിഞ്ഞു പോകാണ്ട് നോക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്, നമ്മളെ ചിക്കനിൽ ഒരു മസാല തേച്ച് പിടിപ്പിക്കണമല്ലോ. അപ്പം നമ്മൾ നേരത്തെ അരച്ചപ്പം മാറ്റി വെച്ചിട്ടുള്ള മസാലയിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതേപോലെ ലൂസാക്കി എടുത്തേനെ. ഭയങ്കര ടൈറ്റ്, നിങ്ങളതും ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണേ. എന്നിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഒരു പാനിലിട്ടണേനു. ബട്ടറാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാത്ത മസാലയല്ലേ, അപ്പോൾ ഇത് ബട്ടറിൽ കിടന്നിട്ട് നല്ല ടേസ്റ്റ് ആവണം. നല്ല വെന്ത് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇതിങ്ങനെ വേവിക്കുന്ന സമയത്ത്. അപ്പോൾ ഇല്ലേ, സ്ലോ ആയിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുക, കുറച്ചൊന്ന് ടൈറ്റാക്കി എടുക്കുക. ഭയങ്കര ഡ്രൈ ആയി പോവണ്ട. അതിങ്ങനെ സ്ലോ ആയിട്ട് കുക്ക് ആവാനുള്ള ടൈം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ആ മസാല ഇട്ട പാടെ തന്നെ ഭയങ്കര ടൈറ്റായി വന്നു പോകില്ലേ. ഒരു 10 മിനിറ്റ് മതി. അതൊന്ന് നല്ലോണം ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഓരോ ചിക്കനിലോട്ടും ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ടൈമിൽ. ഇനി ഇതേപോലെ തന്നെ ബാക്കി ചിക്കനിൽ മൊത്തം മസാല തേച്ച് പിടിപ്പിക്കുക. കൂടുതൽ മസാല ഇഷ്ടമുള്ളവർ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മന്തിയിൽ ആ ഒരു മസാലയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾക്ക് ഈ ഹണി അല്ലെങ്കിൽ പെരി പെരി എന്നെല്ലാം പറയുന്ന മന്തി വെറൈറ്റി ഇല്ലേ, അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുള്ളൊരു മസാലയാണ് ഇതിൻ്റെയും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ഗ്രീൻ മസാല കൂടുതൽ ഉണ്ടാക്കും, കൂടുതൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാ പീസിൻ്റെ മുകളിലും തേച്ച് ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആരും മന്തി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. എപ്പോഴും സെയിം ആ ഒരു നോർമൽ മന്തി തന്നെ ഉണ്ടാക്കാണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും.
പിന്നെ ഇതിൽ മന്തി റൈസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ എല്ലാം യൂസ് ആക്കാം. എന്നാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.